ഇതാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മര്യാദകള് കുട്ടിക്ക്. ഒന്നുകൂടെ ബാക്കി കൂടെ പോടാ അവിടുന്ന്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംലീസ് ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നല്ലോ. ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഭയങ്കര കട്ട സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ നല്ല നല്ല കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു നിക്കാഹ് വീഡിയോ ഇട്ടിരുന്നു, അതിന് ശേഷം ഓണം വീഡിയോ ഇട്ട്. കാരണം ഓണം കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഓണം വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതിനിടയ്ക്ക് ഒരു ഓണം വീഡിയോ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക എവിടെ പാർട്ട് 2 എവിടെ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കൂടുതൽ കാത്തിരിപ്പിക്കുന്നില്ല. എന്തായാലും അതുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം ഞാനത്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോവാം, അത് കഴിഞ്ഞിട്ടാവും ബാക്കി കാര്യങ്ങൾ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കേക്ക് കൊണ്ടുവന്നല്ലേ. അങ്ങനെ കേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരെ വീട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു, പക്ഷെ നമ്മളെ വീട്ടുകാരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയേ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. മറ്റുള്ള വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്രാന്തമായിരിക്കും അല്ലേ. അപ്പം ഇനി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ വേറെ കുറച്ചുകൂടെ പരിപാടികളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മുഴുവൻ കണ്ടിട്ടേ പോകാവൂ. എല്ലാവരുടെയും കഴിഞ്ഞ അവസാനത്തെ ട്രിപ്പിലാട്ടോ മണവാട്ടി ഇരിക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നത്. മണവാട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവും. ഞാനൊന്നും എൻ്റെ കല്യാണത്തിന് മര്യാദക്ക് ഭക്ഷണം തന്നെ കഴിച്ചിട്ടില്ല. കല്യാണമല്ലായിരുന്നു, എന്തായാലും കൂട്ടിക്കൊണ്ട് പോവാണ്. അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ ഉപ്പാനും ഉമ്മാനൊക്കെ വിട്ട് പോവാണ്. ഇവിടെ നിന്ന് വെച്ചാൽ നിക്കാഹാണ്, അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മണവാട്ടി ആവശ്യത്തിലധികം കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിമാർ നന്നായിട്ട് വിളമ്പുന്നുണ്ട്. ഭയങ്കര ആതിഥ്യ മര്യാദയൊക്കെയാണെന്ന് വിചാരിക്കും. ഒരു പക്ഷേ ക്യാമറ കണ്ടിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എന്നെപ്പോലെ തന്നെ നല്ല കുട്ടികളാണ്. ഞാൻ ഈ ക്യാമറയും തൂക്കി പിടിച്ച് നടക്കുന്നതുകൊണ്ട് ആർക്കും തോന്നിയ പോലെ വലിച്ചു വാരി കഴിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ കാണുമ്പോൾ സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് ഓരോരുത്തർ കഴിക്കുന്നത്. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നത് ഇനി അധികം എടുക്കുന്നില്ലേ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പരിപാടി. ഒരുപാട് കഴിക്കുക, എന്നിട്ട് എല്ലാം എടുത്തിട്ട് അടുത്ത ആളുടെ പ്ലേറ്റിലേക്ക് ഇടുക. എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ നടക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം. അടുത്തത് മിഠായി കൊടുക്കലാണ്. പെണ്ണിന് എല്ലാവരും കൂടെ മിഠായി കൊണ്ടുവന്ന് കൊടുക്കുക. മിഠായി മാത്രമല്ല കേട്ടോ, അവരെ വീട്ടിൽ നിന്ന് അവരെ ഡ്രസ്സ്, ബാക്കിയുള്ള പെണ്ണിന് ആവശ്യമുള്ള എല്ലാം കൊണ്ടുവരും. അതൊന്നും നമ്മളിവിടെ കാണിക്കുന്നൊന്നുമില്ല. മിഠായി കൊടുക്കുന്നത് കാണിക്കുക. ആദ്യം തന്നെ ഇവർ മുകളിൽ പോയിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഫോട്ടോസ് എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇതാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ ചെയ്യാം. പിന്നെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം. പിന്നെ എനിക്ക് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നല്ല ഉപകാരമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ കൊടുക്കുന്നത് കാണിക്കാം. ചെറുക്കന് വന്ന ഉടനെ നമ്മൾ ബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ചാൻസ് കിട്ടിയിട്ടില്ലല്ലോ കൊടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ ഒരുപാട് കുട്ടികളുള്ളതല്ലേ, അപ്പോൾ ആരെ വിഷമിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ റോസായിട്ട് ചെറുക്കനും പെണ്ണിനും കൊണ്ട് കൊടുക്കുന്ന മറ്റൊരു പരിപാടി കൂടെ ഉണ്ട്.
കട്ടിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സെഷനാവും കേക്ക് കട്ടിങ്. നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ഡീ ഫ്രഷ് കേക്ക്സ് എന്നാണ്. പിന്നെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പരിചയത്തിലുള്ള ഫൗസിത്തയാണ്. അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട്, ഡീ ഫ്രഷ് കേക്ക്സ് എന്നുള്ള പേരിൽ. നല്ല അടിപൊളി മോഡലൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്ന് കയറി നോക്കാം. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ടായിരുന്നു കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും ഫോട്ടോ എടുക്കലും അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോ സെഷനാണ്, പുറത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ സെഷൻ. വ്ളോഗാണെങ്കിൽ മാത്രമേ പോസ് ചെയ്യുള്ളൂ. ഒന്നുകൂടെ ബാക്കി കൂടെ പോടാ അവിടുന്ന്. പതുക്കെ പോ ചിഞ്ചോ. ജനുവിന്റെ കൂടെ വീട്ടിലേക്കല്ല പോണത്, ഫോട്ടോ എടുക്കാനാ. എടോ മണവാട്ടി ആയാലും പതിയെ പതിയെ മന്ദം മന്ദം നടന്നു പോണം. പുതുമണവാളിനിതാ മന്ദം മന്ദം കടന്നു വരുന്നു. എടോ ജനു അതൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കടോ. എന്ത് അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോ എടുക്കലും പോസ് ചെയ്യലൊക്കെ കാരണം എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം കൂടെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അവരെ വീട്ടിൽ നിന്ന് ആകെ കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും തിരിച്ചു പോയിരുന്നേ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം പിന്നെ നമ്മളെ വീട്ടുകാർക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആക്കിയിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് കഴിച്ചിട്ട് വേണം ഇനി കുറച്ചുകൂടെ എനർജി കിട്ടിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. ഷീനോ നീനൊക്കെ എങ്ങട്ടാ? നിങ്ങൾക്ക് വീട്ടുകാരാണ്. ഇനി അമ്മായിയമ്മയും അമ്മായികളും ഇളയന്മാരൊക്കെ ചേർന്നിട്ട് മരുമോനെ നന്നായിട്ട് അങ്ങോട്ട് സൽക്കരിച്ച് കൊല്ലലാണ്. ഞങ്ങളൊരു റാഗിങ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചു. കുറേ മുതിർന്നവരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഇനി അവനെ ഒറ്റ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും റാഗ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ചിഞ്ചി ജനുവിന് ഇട്ട് കൊടുത്ത്. ജനു ആണ് നോക്കി. ഇതാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മര്യാദകള് കുട്ടിക്ക്. ചിക്കൻ അല്ലല്ലോ അത്, ബീഫ് ഇട്ട് കൊടുക്കുക. ഒരു സ്പ്രിങ് ഇട്ട് കൊടുക്കേ. സെമീന വായ ഇനി നമുക്ക് കഴിക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര എനർജി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞു മക്കൾക്ക്. അവിടെ നിന്ന് വന്നിട്ടുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് പാട്ട് കേട്ടപ്പോൾ പിന്നെ ഒരു ക്ഷമയില്ല. സ്റ്റേജിൽ കയറി നിന്ന് കളിക്കണം. ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏതൊക്കെയോ പാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ പാട്ടൊന്നും അല്ല, അതുകൊണ്ട് തന്നെ താളങ്ങൾക്കൊക്കെ കുറേ വ്യത്യാസങ്ങൾ തോന്നും. കാരണം നമുക്ക് കോപ്പിറൈറ്റ് കാരണം എല്ലാ പാട്ടൊന്നും ഉൾപ്പെടുത്താൻ വയ്യല്ലോ. അതുകൊണ്ട് തന്നെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് അതുകൂടെ കണ്ടിട്ടേ പോകാവൂ.
എന്നാൽ പിന്നെ നമുക്ക് ആ ഡാൻസ് കൊണ്ടൊന്ന് എൻജോയ് ചെയ്യാം അല്ലേ. $1 million സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. വൈറലായി കഴിഞ്ഞാലേ പരിപാടികൾ കഴിഞ്ഞു. അവിടെ ചെക്കന്റെ വീട്ടിലെ ഫോട്ടോ സെഷന്, ഇവിടെ പെണ്ണിന്റെ വീട്ടിലെ ഫോട്ടോ സെഷൻ. പന്തലൊഴിഞ്ഞു, ഒരാള് മാത്രം ബാക്കി. ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണേ. അല്ലാ, അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തല്ലോ. എല്ലാവർക്കും ഇന്നത്തെ നിക്കാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ടേസ്റ്റുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കാരണം കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരുപാടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ ചില വീഡിയോസിന് ഭയങ്കര വ്യൂസാണ്, ചില വീഡിയോസിന് കുറവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് കപ്പിൾ വ്ളോഗ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാ അങ്ങനെ കപ്പിൾ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ വരണ്ട് വൈകാതെ തന്നെ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണേ. എല്ലാ കമൻറ്റ്സും ഞാൻ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് പ്ലാനിങ് ഉണ്ട്, അതൊക്കെ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ ഓൾ.